പ്രായമായവരിൽ വീഴ്ച എന്ന് പറയുന്നത് എവരുടെയും ഒരു പേടി സ്വപ്നമാണ്. സാധാരണ ഇതിൽ പ്രായമായവർ വീണാൽ അസ്ഥി ഒടിയാൻ, അത് ഏറ്റവും കോമണായി വരുന്ന ഇടുപ്പിലെ അസ്ഥിയിലെ പരിക്കുകളാണ്. അപ്പോൾ ഇതെങ്ങനെ തടയാമെന്ന് ചോദിച്ചാൽ നമുക്ക് 100% ഒരിക്കലും തടയാൻ സാധിക്കില്ല. പക്ഷേ അവരുടെ ഒരു ജനറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയും അസ്ഥിയുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുകയും, അതായത് പ്രോപ്പർ കാൽസ്യം സപ്ലിമെൻറ്റും റെഗുലറായിട്ട് ഒരു സൺലൈറ്റ് എക്സ്പോഷറും ഒക്കെ വഴി അസ്ഥിയുടെ ഒരു ആരോഗ്യം നിലനിർത്തുന്നത് ഈ വീഴ്ചയിൽ പരിക്കുകൾ വരാതിരിക്കുന്നതിൽ വളരെ പ്രധാനമാണ്. അത് നമ്മൾ പ്രായമായതിന് ശേഷമല്ല അതിനുള്ള ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. നമ്മുടെ ചെറുപ്പകാലം മുതൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതചര്യയിൽ ഒരു കറക്റ്റായിട്ടുള്ളൊരു മാറ്റങ്ങൾ വരുത്തി വേണം നമ്മുടെ അസ്ഥിയുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ. അതായത് അമിതവണ്ണം അവോയ്ഡ് ചെയ്യണം, അമിതമായ മദ്യപാനം അവോയ്ഡ് ചെയ്യണം, അമിതമായ പുകവലി അവോയ്ഡ് ചെയ്യണം. അതുപോലെ പ്രായമായവർ വീഴുന്ന സാഹചര്യങ്ങൾ, അതായത് വീട്ടിലെ പ്രായമായവരുള്ള വീടുകളിൽ വീട്ടിലെ സാഹചര്യങ്ങൾ നമ്മൾ അതനുസരിച്ച് മോഡിഫൈ ചെയ്യണം. അതായത് അവർക്ക് നടക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു സൈഡ് റെയിൽ സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുക, അതുപോലെ ഒരു വാക്കർ സപ്പോർട്ട് വേണ്ടവർക്ക് അത് കൊടുക്കുക. അവരെ ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിൽ കീപ്പ് ചെയ്യുക. നമ്മളൊരു കൊച്ചു കുട്ടികളെ മാനേജ് ചെയ്യുന്ന പോലെ തന്നെ വേണം പ്രായമായവരെയും മാനേജ് ചെയ്യാൻ. കാരണം അവരുടെ ഒരു വീഴ്ച വന്നാൽ ഓൾമോസ്റ്റ് ഷുവറാണ്, എസ്പെഷ്യലി സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ അസ്ഥി പരിക്കുകൾ വരുന്നത്. കാരണം അവർക്ക് ഒരു ഹോർമോണൽ വ്യതിയാനം കാരണം അസ്ഥിയുടെ കട്ടി വളരെയധികം കുറയാൻ, അതായത് മാസമുറ നിന്നതിന് ശേഷം അസ്ഥിയുടെ കട്ടി വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കൊരു റെഗുലർ കാൽസ്യം സപ്ലിമെൻറ്റ് കൊടുക്കുക, അവർക്ക് അത്യാവശ്യം സൺലൈറ്റ് എക്സ്പോഷർ എല്ലാ ദിവസവും എൻഷുർ ചെയ്യുക. ഇതൊക്കെ വഴി നമുക്ക് ഒരു പരിധി വരെ അവരുടെ വീഴ്ചകൾ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.